വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മാറാവ്യാധി കൊറോണ ഇന്ന് ലോകമെമ്പാടും വ്യാപിക്കുമ്പോൾ വീടുകളുടെ ഉള്ളറകൾ ആരാധനയുടെയും ഇബാദത്തിൻ്റെയും സ്വലാത്തിൻ്റെയും മജ്ലിസായി മാറ്റി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളിലേക്ക് ഹൃദയവും ശരീരവും ചേർത്ത് വെച്ചുകൊണ്ട് സലാത്തിലൂടെ മദീനയിലേക്ക് പോവാൻ നാം ഓരോരുത്തരും തയ്യാറാണ്. നമുക്ക് ഈ കിട്ടിയ ഒഴിവ് സമയം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുരാഗം പാടുവാനും പറയുവാനും അവിടുത്തെ മദ്ഹുകൾ കേൾക്കുവാനും അവിടുത്തെ പറ്റി ഒരുപാട് പഠിക്കുവാനും കിട്ടിയ ഒരു അവസരം കൂടിയാണ് ഈ ലോക്ക്ഡൗൺ കാലഘട്ടം. ഈ ലോക്ക്ഡൗൺ കാലത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, ഹബീബായ തങ്ങളോടുള്ള പ്രണയത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കുവാനും നബി തങ്ങളുടെ പ്രണയത്തെ പറ്റി അറിയുവാനും അത് എങ്ങനെയായിരുന്നു, ലോകം എങ്ങനെയാണ് ഹബീബായ തങ്ങളെ വരവേറ്റത്, ലോകത്തുള്ള അജീവ വസ്തുക്കൾ എങ്ങനെയാണ് ഹബീബായ തങ്ങളെ പ്രണയിച്ചത്, പ്രപഞ്ചത്തിലെ ചരാചര വസ്തുക്കളും ഹബീബായ തങ്ങളെ എങ്ങനെയാണ് പ്രണയിച്ചത്, സഹാബത്ത് എങ്ങനെയാണ് ഹബീബായ തങ്ങളെ പ്രണയിച്ചത് എന്ന് കേൾക്കുവാനും അറിയുവാനും നാം നിൽക്കണം. അത് അറിഞ്ഞുകൊണ്ട് നമ്മളും നമ്മുടെ ജീവനേക്കാളും നമ്മളെ ശരീരത്തെക്കാളും മറ്റെല്ലാവരെക്കാളും നാം ഹബീബായ തങ്ങളെ സ്നേഹിക്കണം. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ആരംഭ റസൂലിനെ അടുത്തറിഞ്ഞിട്ടുണ്ട്. പ്രപഞ്ച പ്രതിഭാസങ്ങൾ പോലും തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി വഴിമാറി നിന്നിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തിലുടനീളം ഇതിൻ്റെ നിദർശനങ്ങൾ കാണാനാവുന്നുണ്ട്. മേഘങ്ങൾ തണലിട്ട് കൊടുത്തതും മാൻപേട സംസാരിച്ചതും അചേതന വസ്തുവായ കല്ല് സലാം പറഞ്ഞതും അവിടുത്തെ ജീവിതത്തിൻ്റെ കറാമത്തുകളിൽപ്പെട്ട ചില കറാമത്തുകൾ മാത്രമാണ്. മാനവ സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന വീതിയിലിറങ്ങുമ്പോൾ ശത്രുസേനയുടെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും സഹിച്ച്, അവിടുത്തെ അക്രമങ്ങൾ സഹിച്ച്, ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവിടുന്ന് സഹിച്ച ത്യാഗങ്ങളുടെ കഥ ഒരിക്കലും ലോകവിശ്വാസി മറന്നുപോകാൻ പാടുള്ളതല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ മേൽ സലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അളവറ്റ സ്നേഹം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിൽ നിന്നും അണവിട്ട് ഒഴുകുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസി, ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായി മാറുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രേമത്തെ പറ്റി നാം പഠിക്കുമ്പോൾ, ആ പ്രേമത്തെ പറ്റി നാം പഠിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾക്ക് അറിയാം, ഉപരിമണ്ഡലങ്ങൾ, അർശ് ഉൾപ്പെടെ, ആകാശം ഉൾപ്പെടെ, ഭൂമി ഉൾപ്പെടെ, സൂര്യമേഘം ഉൾപ്പെടെ, ചന്ദ്രൻ ഉൾപ്പെടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ആദരവ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ സ്നേഹം നമുക്കറിയാവുന്നതാണ്. അചേതന വസ്തുക്കൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ സ്നേഹം, അവിടുത്തെ കാണുമ്പോൾ പറയുന്ന സലാം നമുക്ക് വളരെയധികം ചരിത്രത്തിൻ്റെ പശ്ചാത്തലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവനില്ലാത്ത വസ്തുക്കൾ പോലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അതല്ലേ നാം കേട്ടിട്ടുള്ളത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഒരു പുതിയ മിമ്പറിൽ ഖുത്ബ ഓതാൻ കയറിയപ്പോൾ എവിടുന്നോ ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലൊരു കരച്ചിൽ കേൾക്കുകയാണ്. കരച്ചിൽ കേട്ട ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റു സഹാബത്തും നോക്കുമ്പോൾ ആരെയാണെന്ന് കാണാൻ കഴിയുന്നില്ല. ഹബീബായ തങ്ങൾ
നോക്കിയപ്പോൾ പഴയ മെമ്പറാണ്, ഈ തപ്പന തടി കൊണ്ടുണ്ടാക്കിയ പഴയ മെമ്പറാണ് ഇതെന്ന് കരയുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മെമ്പറിൽ നിന്നിറങ്ങി പഴയ മെമ്പറിലേക്ക് പോയിട്ട് പഴയ മെമ്പറിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് നിബിധങ്ങൾ ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? അപ്പോൾ ആ മെമ്പർ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അസാന്നിധ്യം എനിക്ക് സഹിക്കാൻ കഴിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ അങ്ങ് എൻ്റെ മുകളിൽ നിന്നാണ് ഖുത്ബ ഓതിയത്. എന്നാൽ ഈ വെള്ളിയാഴ്ച അങ്ങ് പുതിയ മിമ്പറിന്റെ മുകളിൽ കയറിയപ്പോൾ അങ്ങയുടെ അസാന്നിധ്യം സഹിക്കാൻ കഴിയാതെയാണ് നബിയെ ഞാൻ കരഞ്ഞു പോയതെന്ന് പറയുമ്പോൾ ഈ തപ്പന തടി കൊണ്ടുണ്ടാക്കിയ ആ മിമ്പറിന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നാം മനസ്സിലാക്കുന്നില്ലേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ അചേതന വസ്തുവായ ജീവനില്ലാത്ത വസ്തുവായ ആ ഈന്തപ്പന തടിക്ക് പോലും സ്നേഹമുണ്ടെങ്കിൽ അതിൻ്റെ അത്ര പോലും സ്നേഹം എടുക്കാൻ കഴിയാത്ത, അതിൻ്റെ അത്ര പോലും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത എത്രയോ നീചന്മാരാണ് നാം ഓരോരുത്തരും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് വസ്തുക്കൾ മാത്രമല്ല, മൃഗങ്ങൾ പോലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. കാട്ടിലൂടെ പോയൊരു സഹാബിക്ക് മുന്നിൽ ഒരു സിംഹം വന്ന് ചാടിയപ്പോൾ ആ സ്വഹാബി ആദ്യം പേടിച്ചു. പിന്നീട് ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ഒരാളാണ്. ആ സമയം അക്രമഘോഷത്തോടുകൂടി മുന്നിലേക്ക് ചാടി വീണ സിംഹം പൂച്ചയെ പോലെ വളരുകയാണ്. ആ മനുഷ്യനെ ദേഹത്തേറ്റിക്കൊണ്ട് ആ മനുഷ്യനെ പോകൊണ്ടുള്ള യഥാസ്ഥാനത്ത് ആ മൃഗം കൊണ്ടാക്കുന്നത് ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് മറ്റ് വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബിതങ്ങളോടുണ്ടായ സ്നേഹം നമുക്കറിയാം. സിദ്ദീഖ് എന്ന പേര് തന്നെ, അതിൻ്റെ അർത്ഥം തന്നെ വിശ്വസ്തനാണ്. നബിതങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും യാതൊരു സംശയവുമില്ലാതെ, ഒരു സംശയ പ്രകടനവുമില്ലാതെ നബിതങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചു കൊടുത്തിരുന്ന സ്വഹാബി വ്യക്തിയാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹു, മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു, മഹാനായ തുൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള മഹാരഥന്മാരെ നോക്കിയാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്നേഹവും ആദരവും കൊടുത്തിട്ടുള്ള വലിയ അറിയപ്പെട്ട പണ്ഡിതന്മാരും സഹാബിമാരുമാണ് അവർ മാത്രമല്ല, അവർക്ക് ശേഷം ഉണ്ടായിരുന്ന താബിഈങ്ങൾ, തബഉത്താബിഈങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന്റെ കഥകളും അവിടുത്തോട് നൽകിയ സ്നേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളും നമുക്ക് വളരെയധികം വിശദമായി പരിശോധിക്കാൻ കഴിയുന്നതാണ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഈ ഒഴിവ് കിട്ടുന്ന സമയം, ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമുക്ക് മറ്റൊരു വർക്കുമില്ല. നമ്മൾ വീടുകളിൽ തന്നെ വെറുതെ ഇരിക്കാൻ പാടില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹുകൾ പാടിയും അവിടുത്തെ ബുർദയുടെ ഈരടികൾ പാടിയും അവിടുത്തോടുള്ള സലാത്തുകൾ വർദ്ധിപ്പിച്ചും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയം നമുക്ക് പ്രകടിപ്പിക്കണം. വിവിധങ്ങളുടെ അനുരാഗങ്ങൾ പാടി പറയണം. വിവിധങ്ങൾ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചതിന് പകരം, നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചതിന് പകരം വിവിധങ്ങളോടുള്ള പ്രണയത്തിൻ്റെ അളവറ്റ സ്നേഹം ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നും പൊട്ടിയൊഴുകണം. ഹബീബായ തങ്ങളെ ഓർത്ത് കരയണം, വിവിധങ്ങളെ ഓർത്ത് കരയണം. നമ്മുടെ കണ്ണുകൾ നമുക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നത്, നമ്മുടെ നാവുകൾ അല്ലാഹു സൃഷ്ടിച്ചത്, നമ്മുടെ കൈകാലുകൾ അല്ലാഹു സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഈ കാണുന്ന ആകാശമണ്ഡലങ്ങൾ, ഈ കാണുന്ന പച്ചപ്പ് വിരിച്ചിരിക്കുന്ന മനോഹരമായ ഭൂമി, ആ ഭൂമിക്ക് മുകളിലുള്ള ബിൽഡിങ്ങുകൾ, മനുഷ്യർ, ജൈവ അജൈവ വസ്തുക്കൾ, മറ്റ് ഗോള ഗാലക്സികൾ, സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ, മറ്റ് എല്ലാ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചത് മറ്റാർക്കുമല്ല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാത്തുകൾ
ചൊല്ലുക. അതല്ലേ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഈ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ അതിനപ്പുറം ഒരു തെളിവ് നമുക്ക് ആവശ്യമില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹബീബായ തങ്ങളുള്ള സ്നേഹം നീ ഏറ്റി നൽകണമല്ല. അവിടുത്തോടുള്ള മുഹബ്ബത്ത് നീ ഏറ്റി നൽകണമല്ല. അവിടുത്തെ പ്രണയിച്ച് സ്വപ്നത്തിൽ പല പ്രാവശ്യം അവിടുത്തെ മുഖം കാണാൻ നീ തൗഫീഖ് നൽകണമല്ല എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.